ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പിങ്ക് ബോൾ ടെസ്റ്റിന്റെ രണ്ടാം ദിനം തേർഡ് അമ്പയറുടെ ഒരു വിവാദ തീരുമാനം വലിയ ചർച്ചയായി മാറുകയാണ്. ഉറപ്പായും ഇന്ത്യക്ക് ലഭിക്കേണ്ടിയിരുന്ന വിക്കറ്റാണ് തേർഡ് അമ്പയറുടെ പിഴവ് കാരണം നിഷേധിക്കപ്പെട്ടത്. വ്യക്തമായ തെളിവില്ലെന്ന് പറഞ്ഞായിരുന്നു തേർഡ് അമ്പയർ ഇന്ത്യക്കെതിരെ തീരുമാനമെടുത്തത്. പിന്നാലെ ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അമ്പയർ കുരുക്കിലാവുകയും ചെയ്തു. ഈ പരമ്പരയിൽ ഇത് ആദ്യമായിട്ടല്ല തേർഡ് അമ്പയർ ഇന്ത്യക്കെതിരായി വിവാദ തീരുമാനമെടുക്കുന്നത്. നേരത്തെ പെർത്തിൽ ഇന്ത്യ ജയിച്ച ആദ്യ ടെസ്റ്റിന്റെ ഒന്നാം ദിനം KL രാഹുലിനെയും തേർഡ് അമ്പയറുടെ മോശം തീരുമാനം വലിയ വിവാദമായിരുന്നു. അന്ന് അമ്പയറുടെ അബദ്ധം കാരണം രാഹുലിന് ക്രീസ് വിടേണ്ടി വരികയായിരുന്നു. രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം ലഞ്ച് ബ്രേക്കിന് തൊട്ടു മുൻപായിരുന്നു ഈ സംഭവം. സ്റ്റാർ ഓഫ് സ്പിന്നർ അശ്വിൻ എറിഞ്ഞ 58ാമത്തെ ഓവറിലായിരുന്നു ഇത്. ഈ ഓവർ ആരംഭിക്കുമ്പോൾ ഓസീസ് 4 വിക്കറ്റിന് 185 റൺസ് എന്ന നിലയിലായിരുന്നു. ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷുമായിരുന്നു അപ്പോൾ ക്രീസിൽ. മാർഷാണ് അശ്വിന്റെ ഈ ഓവറിൽ സ്ട്രൈക്ക് നേരിട്ടത്. ആദ്യത്തെ 2 ബോളിൽ അദ്ദേഹത്തിന് റണ്ണൊന്നും ലഭിച്ചില്ല. മൂന്നാമത്തെ ബോളിൽ ക്രീസിന് ഏറെ പുറത്തിറങ്ങി മാർഷ് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് പാഡിൽ പതിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യൻ താരങ്ങളുടെ ശക്തമായ LBW അപ്പീൽ. പക്ഷേ അമ്പയറുടെ ഇത് തള്ളിക്കളയുകയായിരുന്നു. ബാറ്റിൽ തട്ടിയ ശേഷമാണോ ബോൾ പാഡിൽ കൊണ്ടതെന്നായിരുന്നു പ്രധാന സംശയം. എന്നാൽ അശ്വിന് അത് ഔട്ടാണെന്ന് ഉറപ്പായിരുന്നു. അശ്വിനോടും ടീം അംഗങ്ങളോടും അഭിപ്രായം തേടിയ ശേഷം രോഹിത് ശർമ്മ റിവ്യൂ എടുക്കുകയും ചെയ്തു. സ്നിക്കോമീറ്റർ നോക്കിയപ്പോൾ ബാറ്റിലാണോ പാഡിലാണോ ആദ്യം ബോൾ തട്ടിയതെന്ന് മനസ്സിലാക്കാൻ തേർഡ് അമ്പയർ റിച്ചാർഡ് കെറ്റിൽബറോയ്ക്കായില്ല. വശങ്ങളിലെ ആംഗിളുകളാണ് അദ്ദേഹം കൂടുതലായി പരിശോധിച്ചത്. ഇതിൽ നിന്നും കൃത്യമായ നിഗമനത്തിലെത്താൻ തേർഡ് അമ്പയർക്കായില്ല. ഇതോടെ വ്യക്തമായ തെളിവില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഓൺ ഫീൽഡ് അമ്പയറുടെ നോട്ട് ഔട്ട് തീരുമാനം ശരിവെക്കുകയും ചെയ്തു. ഇതോടെ വിലപ്പെട്ട ഒരു റിവ്യൂ ഇന്ത്യക്ക് നഷ്ടമാവുകയും ചെയ്തു. തേർഡ് അമ്പയർ റിച്ചാർഡ് കെറ്റിൽബറോയുടെ ഭാഗത്തു നിന്നും വലിയൊരു പിഴവ് തന്നെയാണ് സംഭവിച്ചതെന്ന് തുടർന്നുള്ള റിപ്ലൈകളിൽ തെളിയുകയും ചെയ്തു. ബോളിന്റെ മുൻഭാഗത്തു നിന്നുള്ള ആംഗിൾ അദ്ദേഹം സൂം ചെയ്യാനോ കൂടുതൽ പരിശോധിക്കാനോ തയ്യാറായില്ല. മിച്ചൽ മാർഷിന്റെ പാഡിൽ തന്നെയാണ് ബോൾ ആദ്യം പതിച്ചതെന്ന് മുൻഭാഗത്തു നിന്നുള്ള ആംഗിളിൽ നിന്നും വളരെ വ്യക്തമായിരുന്നു. ഈ ബോൾ മിഡിൽ സ്റ്റംപിലാണ് പതിക്കുകയെന്ന് ബോൾ ട്രാക്കിങ്ങിൽ വ്യക്തമായി കാണുകയും ചെയ്യാം. ബോളിന്റെ മുൻഭാഗത്തു നിന്നുള്ള റീപ്ലേകൾ കൂടി കൃത്യമായി പരിശോധിച്ചിരുന്നുവെങ്കിൽ തേർഡ് അമ്പയർ ഉറപ്പായും ഇത് ഔട്ട് നൽകേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ധൃതി പിടിച്ചുള്ള തീരുമാനം കാരണം അശ്വിനും ഇന്ത്യക്കും അർഹിച്ച വിക്കറ്റ് നിഷേധിക്കപ്പെടുകയും ചെയ്തു. അതേസമയം പിങ്ക് ബോൾ ടെസ്റ്റിൽ ഓസ്ട്രേലിയ ലീഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ടോട്ടലായ 180 റൺസിന് മറുപടിയിൽ രണ്ടാം ദിനം രണ്ടാം സെഷനിൽ ഓസ്ട്രേലിയ 64 ഓവറിൽ 4 വിക്കറ്റിന് 208 റൺസ് എടുത്തിട്ടുണ്ട്. 6 വിക്കറ്റ് ശേഷിക്ക് ഓസീസ് ഇപ്പോൾ 28 റൺസിന് മുന്നിലാണ്. ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷുമാണ് ക്രീസിലുള്ളത്.